പഞ്ചഭൂതങ്ങളുടെ എനർജിയാണ് ഭൂമിയിൽ വർക്ക് ചെയ്യുന്നത്. ആറാമത്തെ ഒരു എനർജി ഇല്ല ഭൂമിയിൽ, ഉണ്ടോ? ഇല്ല. ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു കാര്യമാണ്, ആ എനർജി അവിടെ ചെന്നിട്ട് ഒരാൾ എന്ത് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫിസിക്സിൻ്റെ തത്വമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഷടാധാര പ്രതിഷ്ഠ 6 കടതകൾ കടന്നു പോയെന്ന് പറഞ്ഞാലും എവരി ആക്ഷൻ ദെയർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന തത്വം ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ച ആ എനർജി അതിനാണ് വരുന്നത്, തിരിച്ചു വരും. ദൈവത്തിന് ശത്രുമിത്രങ്ങളില്ല. നമ്മൾ കേരളത്തിന് അഭിമാനമായിട്ടൊരാളുണ്ട്, ആരാണ്? ആദിശങ്കരാചാര്യ. ആ ശങ്കരാചാര്യര് സ്വാമികളുടെ, അദ്ദേഹം ജീവിച്ചിരുന്നതാണല്ലോ. റേഷൻ കാർഡോ ആധാർ കാർഡോ ഒന്നും കിട്ടുകയില്ലെങ്കിലും കാലടിയിൽ ജനിച്ച് ബദ്രീനാഥും കേദാർനാഥിൽ സമാധിയായി എന്ന് പൂർണ്ണമായിട്ടും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആദിശങ്കരാചാര്യ. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ എനർജി ആയിട്ട് നമുക്ക് മൂകാംബിക കണക്ട് ചെയ്യാം. ആത്മാക്കളുടെ സംസാരം കണ്ടുപിടിക്കുന്ന ഉപകരണം ചിലയിടത്ത് അതിന് പ്രത്യേക പേര് പറയുന്നുണ്ടെന്ന് രാധാകൃഷ്ണ പണിക്കർ സാറ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അതിൽ വെടിക്കെട്ടിൻ്റെ അതിലെ ഗന്ധകം യൂസ് ചെയ്യുന്ന ഗന്ധകം, പണ്ട് ഗന്ധകമാണ് യൂസ് ചെയ്തിരുന്നത്. ഇതിനെ ശുദ്ധീകരിക്കാനുള്ള പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം, പ്രസിദ്ധമായ സ്ഥലങ്ങളുടെ ഭാഗത്തുള്ള തെങ്ങുകൾ നോക്കിയാൽ അവിടെ കീടാണുക്കൾ കാണില്ല. സാധാരണ തെങ്ങിൽ ചെല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല, അങ്ങനെ വന്നിട്ട് അതിൻ്റെ കൂമ്പ് ചെയ്യുന്ന പരിപാടിയുണ്ട്. പക്ഷേ ഈ വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്ത് പണ്ട്, ഇപ്പോൾ അതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ചൈനീസ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോയെന്നറിയില്ല, ആ ഭാഗത്തൊന്നും ഈ ഓല മഞ്ഞളിപ്പോൾ അതിതൊന്നും കാണുകയില്ല. ഇപ്പോൾ ഞങ്ങളുടെ പള്ളിപ്പുറത്ത് കടൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള അവിടെ വെടിക്കെട്ട് നടക്കുന്നതാണ് ഉത്സവത്തിന്, വലുതൊന്നുമില്ല, ചെറുതായിട്ട്. അപ്പോൾ ഈ പുകയൊക്കെ നിറയും. അപ്പോൾ ആ സമയത്ത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തെങ്ങിലൊക്കെ നല്ല, അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞത് 30 വർഷങ്ങൾക്ക് മുമ്പാണ്, നന്നായിട്ട് ഫലഭൂയിഷ്ടമായിരുന്നു, കിട്ടുന്നുണ്ടായിരുന്നു. മനസ്സിലായി, ഒരു മരുന്നോ ഇതൊന്നും അടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഈ ഒരു ദേശത്തിലെ ക്ഷേത്രം ഈ അവിടുത്തെ അന്തരീക്ഷം ശുദ്ധമാക്കാനുമായിട്ട് എന്ന് പറഞ്ഞാൽ 365 ദിവസത്തിൽ 8 ദിവസം, മിനിമം 8 ദിവസം അതും ശുദ്ധീകരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഈ 8 ദിവസം ആ ദേശത്തെ എല്ലാ ആബാലവൃദ്ധ ജനങ്ങളും സുഖവും ക്ഷേമവുമായിട്ട് നിൽക്കാനായിട്ട് എല്ലാ ദിവസവും അന്നദാനം, അല്ലേ, 3 നേരം, രാവിലെ ശിവേലി, അല്ലെ ഉച്ചയ്ക്ക് ശിവേലി, വൈകിട്ട് ഇതൊക്കെ ആയിട്ട്, പിന്നെ അവിടെ ഓരോരുത്തർ ചെയ്യുന്ന വഴിപാടുകൾ, അവരെന്തെങ്കിലും പഴവോ അങ്ങനെയൊക്കെ നേദിച്ച് അതൊക്കെ ആൾക്കാർക്ക് വിതരണം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഉള്ളവൻ കൊണ്ടുപോയി ക്ഷേത്രത്തിൽ കൊടുത്ത് ഇല്ലാത്തവൻ അതിൽ നിന്നൊരു പങ്ക് കിട്ടി. ആര് അവിടെ കൊടുത്തെന്നോ ആർക്ക് കിട്ടിയെന്നോ അറിയാത്ത ഒരു ക്രയവിക്രയ സംവിധാന ക്ഷേത്രങ്ങളിൽ നടന്നിരുന്നു. അത് മാത്രമല്ല, ദേവതയെ ഇപ്പം പൂജിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ദേവതയ്ക്കാണ് അർപ്പിക്കുന്നത്. ദേവതയ്ക്ക് അർഘ്യമായി പോലും സമർപ്പിക്കാറില്ല. ഇപ്പം ജലം സമർപ്പിക്കുക, അങ്ങനെ ഓരോന്നും അതും ഇതം നമമാന്ന് പറഞ്ഞു വേണം സമർപ്പിക്കാനെന്നാണ്. ഭാരത ഇതനുസരിച്ചിട്ട് നമ്മൾ സമർപ്പിക്കുന്ന, നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വാട്ടർ അതോറിറ്റിക്ക് പൈസ കൊടുത്തിട്ട് പൈപ്പിൽ കൂടി വരുന്ന വെള്ളം എടുത്തിട്ട് അർഘ്യം കൊടുത്താലും ഇതം നമമ എന്ന് വേണം പറയാനെന്നാണ് പറയുന്നത്. ഇത് എൻ്റെതല്ല എന്ന് പറയണം. ആ ഒരു കാഴ്ചപ്പാടായിരുന്നു. ദീപം സമർപ്പിക്കാം, അങ്ങനെ ഓരോന്നും അത് ദേവതയ്ക്ക് സമർപ്പിക്കുകയാണ്. കാര്യം ഈ പ്രപഞ്ചത്തിന്റെ എവിടെ നിന്നാണോ വരുന്നത് അതിനെ സമർപ്പിക്കുന്നത്. അതിന്റെ ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ഒരു ശക്തി, ഈ കേന്ദ്രം ഉണ്ടല്ലോ, എന്തെങ്കിലും ആട്ടെ, ഈ പ്രപഞ്ചം വളരുന്നു ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കേന്ദ്രമുണ്ട്, എവിടെയോ ഉണ്ട് ഒരെണ്ണം, അല്ലേ? ഇതെന്താണെന്ന് കണ്ടെത്തുകയാണ് ശാസ്ത്രവും ലോകവും എല്ലാവരും, മനുഷ്യൻ്റെ ബോധതലത്തിലും ഇത് കണ്ടെത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർ എൻലൈറ്റഡ് എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിലേക്ക് ഉള്ള യാത്രയിലെ ഒരു ചവിട്ടുപടിയാണ് ക്ഷേത്രം. കുറേ കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഇപ്പോൾ കുംഭമേള കഴിഞ്ഞു, കുംഭമേളയിലെ അവർ ഈ ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് ഉള്ള ഒരു തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവര് ഒരിക്കലും ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ. ക്ഷേത്രം പലപ്പോഴും ഈ പഞ്ചഭൂതങ്ങളാണ് ആ ദേവതയ്ക്ക് സമർപ്പിക്കുന്നത്. അതെ, പഞ്ചഭൂതമായിട്ട് ജലഗന്ധ, പുഷ്പ, ധൂപ, ദീപ, അങ്ങനെ 5 സാധനങ്ങൾ. അതാണ് എനർജി. പഞ്ചഭൂതങ്ങളുടെ എനർജിയാണ് ഭൂമിയിൽ വർക്ക് ചെയ്യുന്നത്. ആറാമത്തെ ഒരു എനർജി ഇല്ല ഭൂമിയിൽ, ഉണ്ടോ? ഇല്ല. പഞ്ചഭൂതങ്ങളുടെ എനർജിയാണ്. അതാണ് പണ്ടത്തെ ആൾക്കാർ പഞ്ചഭൂതങ്ങളെ ആരാധിച്ചിരുന്നതും പഞ്ചഭൂതങ്ങളെ സർവം സമർപ്പയാമി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം സമർപ്പിക്കുന്നുണ്ട്. അതുണ്ട്, എല്ലാം സമർപ്പിക്കുന്നുണ്ട്. എല്ലാം ദേവതകൾ. ഇതേതോ ഒരു ശക്തിയിൽ നിന്ന്, ഇതൊന്നും നമ്മുടെ കഴിവല്ല, ഇതേതോ ഒരു ശക്തിയിൽ നിന്ന് വന്നതാണ്. ആ ശക്തി ഇനിയും നമ്മൾക്കത് കിട്ടണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദേവതയിൽ സങ്കല്പിക്കുകയാണ്. ആ പരമാത്മ ചൈതന്യത്തിനെ ആണെന്ന് സങ്കല്പിച്ച് ഈ ദേവത ഒരു ചെറിയ ഒരു കരിങ്കല്ലിലോ ഇതിലോ കൊത്തിയ രൂപത്തിൽ ഈ പ്രപഞ്ച ചൈതന്യമാണ് അതിൽ കൊള്ളിക്കൊണ്ടിരിക്കണേന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സമർപ്പിച്ച് അവിടെ ശരണാഗതരായിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ശുഭാപ്തി വിശ്വാസവുമായിട്ട് നമ്മൾ ആ നമസ്കാരത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. അതെ.
അതാണ് എല്ലാ പുരോഗമനത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന ക്ഷേത്രമാണ്. പിന്നെ ക്ഷേത്രത്തിലെ ദേവതയിലേക്ക് ചെല്ലുകയാണെങ്കിൽ തന്നെ ആ ദേവതയുടെ ആ ഒരു ബിംബം, ദേവതയുടെ ആ ഒരു ബിംബം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും പല ആളുകളും ഈ നിർമ്മാല്യ ദർശനത്തൊക്കെ പോകുന്നത് ആ ഒരു നിർമ്മാല്യ ദർശനം കാണുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു എനർജി കൊണ്ടായിരിക്കാം. അതെ അല്ലേ? അത് എനർജി കൊണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഒരു കാര്യത്തിൽ സങ്കല്പം കൊടുക്കുമ്പോൾ അവിടെ ഒരു എനർജി ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഫാമിലി എവിടെയോ തീർത്ഥയാത്രയ്ക്ക് പോയപ്പോൾ ഒരു ശിവലിംഗം വാങ്ങിച്ചു. ഈ ശിവലിംഗം വാങ്ങിച്ചത് ആ വീട്ടിലെ സ്ത്രീ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ശിവലിംഗത്തിന്, ഇതെനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണ്, ശിവലിംഗത്തിന് എല്ലാ ദിവസവും വെള്ളം, ജലാഭിഷേകം അല്ലെങ്കിൽ പാലഭിഷേകം, പിന്നെ പൂ വയ്ക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന ചെയ്യുക. ഇങ്ങനെ വന്ന് വീട്ടിൽ പലവിധ ചെറിയ അസ്വാഭാവികമായ ഇത് തുടങ്ങി. എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം, അസ്വാഭാവികമായിട്ട് നന്നായിട്ട് പോയ ഒരിതിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ആ വീട്ടുകാർ പോയിച്ച് പ്രശ്നം വെച്ചപ്പോൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ദേവതാ സാന്നിധ്യം വന്നു. നോക്കുമ്പോൾ ഇതാണ്, എന്തെങ്കിലും വെച്ച ആരാധന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതാണെന്ന് പറഞ്ഞ് കണ്ടിട്ട് പിന്നെ ഇത് അമ്പലത്തിൽ കൊടുത്ത് അത് ഒഴിവ് കണ്ടിട്ട് അമ്പലത്തിൽ കൊടുത്ത് ഒഴിവാക്കായിരുന്നു. വേറെ എണ്ണം മദ്രാസിൽ പോയപ്പോൾ എൻ്റെ അവരുടെ റിലേറ്റീവിൽ പോയപ്പോൾ ഒരു വീട്ടിൽ അവർ വിളിച്ച് ചെന്നപ്പോൾ ഒരു പ്രത്യേക എനർജി തോന്നിയിട്ട് ഒരു ബെഡ്റൂമിലേക്ക് പോയി. ബെഡ്റൂമിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മായിയച്ഛനായിരുന്നു, അദ്ദേഹത്തിന് ഭാര്യയില്ല. അദ്ദേഹം അവിടെ എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറും ജലധാര വരുന്ന രീതിയിൽ ഒരു ശിവലിംഗം വെച്ചിട്ട് പൂജിക്കുകയാണ്. പല രൂപങ്ങളുണ്ട്, പക്ഷേ ഇത് മാത്രം അവിടെ ഈ തേങ്ങ വെച്ചിട്ട് ഞാൻ എനർജി നോക്കിയതാണ്. ഇത് ചെയ്തിട്ട് അതിൽ സാന്നിധ്യം വന്നു. അവിടെ ഒരു അല്പം സ്പിരിച്വലായിട്ട് ഒരാൾ വന്നാൽ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ദേവതയുടെ ചൈതന്യം മനസ്സിലാവുന്ന രീതിയിൽ അവിടെ സാന്നിധ്യം വന്നു. അവർ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവരുടെ അടുത്ത് അത് ബാൽക്കണിയിലേക്ക് മാറ്റാനായിട്ട് പറഞ്ഞു. മാറ്റിയേ ഇല്ലയെന്ന് അവർ അറിയില്ല. മനസ്സിലായി? അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്താണ്? അവിടെ വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ പാൽ ഒഴിക്കുകയോ പൂ വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൊല്ലുകയല്ല. ആളുടെ മനസ്സിലെ ആ ഒരു സങ്കല്പം, മനസ്സിലെ തോന്നലുകൾ ആ പറയുന്ന വസ്തുവിലേക്ക് കണക്റ്റായി അതിലൊരു എനർജി വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കംപ്ലീറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഉണ്ട്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി നമ്മൾ കുറേ ആൾക്കാർ, ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ ആയിട്ട് ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക വസ്തുവിലേക്ക് നമ്മളത് സന്നിവേശിപ്പിച്ച് കഴിയുമ്പോൾ അതിൽ എന്തോ ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ട് കുട്ടികൾ ഇരുന്ന പോലെ ഒരു പഞ്ഞ് വെച്ചിട്ട് മറ്റൊരു ചെറിയ സാധനം, ലെൻസ് പോലുള്ള സാധനം വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കും അല്ലേ? ഇതിലൂടെ ആ ചൂട് അവിടെ ചെല്ലുന്നുണ്ട്. അതുപോലെ എന്തോ സംഭവം ഈ ക്ഷേത്രങ്ങളിലെ ആ വിഗ്രഹത്തിൽ ഒരു എനർജി വർക്ക് ചെയ്യുന്നുണ്ട്. ആ എനർജി അവിടെ ചെന്നിട്ട് ഒരാൾ എന്ത് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഫിസിക്സിൻ്റെ തത്വമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഷടാധാര പ്രതിഷ്ഠ 6 കടന്നു പോയെന്ന് പറഞ്ഞാലും എവരി ആക്ഷൻ ദെയർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന തത്വം പ്രാവർത്തികമാകുന്ന ഒരു സ്ഥലമായിട്ടാണ് ക്ഷേത്ര നിർമ്മിതി ആചാര്യന്മാർ ചെയ്തിട്ടുള്ളത്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥിക്കുന്ന കാര്യം കിട്ടുന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ ചെന്നിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കണം. ശത്രുവിനെക്കുറിച്ചോ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ചാൽ ആ എനർജി അതിനാണ് വരുന്നത്. തിരിച്ചു വരും. ദൈവത്തിന് ശത്രുമിത്രങ്ങളില്ല. ദേവന്മാരും അസുരന്മാരും ദൈവത്തിന് തുല്യമാണ്. അതാണ് ശിവനാണെങ്കിലും ബ്രഹ്മാവാണെങ്കിലും രാവണൻ ചെന്നാലും രാമൻ ചെന്നാലും അനുഗ്രഹം കൊടുക്കുന്നതാണ്. മനസ്സിലായി? അവർക്ക് ദേവത അല്ലെങ്കിൽ അസുരൻ എന്നുള്ള ഭേദമില്ല. അത് മനുഷ്യൻ്റെ പ്രവൃത്തിയിലാണ് ദൈവികതയോ ആസുരികമായ പ്രവൃത്തി ഉണ്ടാകുന്നത്. ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അതില്ല. അപ്പം നമുക്ക് എന്താണോ ആവശ്യം അത് മാത്രം അവിടെ പറയുക, അതിൻ്റെതായ റിസൾട്ട് വാങ്ങിക്കുക. അതാണ് ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം. പിന്നെ അവിടെ പ്രധാനമായിട്ട് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില പരമ്പരാഗതമായ ക്ഷേത്രങ്ങൾ, ഇപ്പോൾ നമ്മൾ മൂകാംബികയെ ചെന്ന് തൊഴുത് കഴിഞ്ഞു. നമ്മൾ കേരളീയരാണ് അല്ലേ? നമ്മൾ കേരളത്തിന് അഭിമാനമായിട്ടൊരാളുണ്ട്. ആരാണ്? ആദിശങ്കരാചാര്യ. ആ ശങ്കരാചാര്യർ സ്വാമികളുടെ, അദ്ദേഹം ജീവിച്ചിരുന്നതാണല്ലോ. റേഷൻ കാർഡോ ആധാർ കാർഡോ ഒന്നും കിട്ടുകയില്ലെങ്കിലും കാലടിയിൽ ജനിച്ച് ബദ്രീനാഥും കേദാർനാഥിൽ സമാധിയായി എന്ന് പൂർണ്ണമായിട്ടും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആദിശങ്കരാചാര്യ. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജി ആയിട്ട് നമുക്ക് മൂകാംബിക കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ അല്ല, അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ കലാപരിപാടികളൊന്നും നടത്തിയില്ലെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ എനർജി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ചോറ്റാനിക്കര ചെന്ന് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഗുരുവായൂർ ചെന്ന് തൊഴുത് കഴിഞ്ഞാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അല്ലെങ്കിൽ പൂന്താനം തിരുമേനി, കുറൂരമ്മ അല്ലെങ്കിൽ ആഞ്ഞം തിരുമേനി, അവിടുത്തെ കുറേയധികം ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ
എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നത് അവിടെ ഗുരുവായൂരപ്പദാസ് എന്ന് പറഞ്ഞൊരു സ്വാമി ഉണ്ടായിരുന്നു. 80കളിൽ ഞങ്ങളുടെ അവിടെ പള്ളിപ്പുറം കടവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടത്താൻ വന്നിരുന്നത്. അദ്ദേഹം ഇളമക്കരക്കാരനോ മറ്റോ ആയിരുന്നു. പിന്നെ ഒരു ലേഖനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചു അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു വിവരണം. അദ്ദേഹം ഇല്ല, അദ്ദേഹം വെടിഞ്ഞു ആ വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ അവിടുത്തെ അനുഭവങ്ങളുണ്ടായത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും പണ്ടുണ്ടായിരുന്ന ചില ഋഷീശ്വരന്മാർ അല്ലെ ഋഷി തുല്യന്മാർ, അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവികർ, എൻ്റെ അച്ഛനോ അപ്പൂപ്പനോ മുതുമുത്തച്ഛനോ ഒക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ എനർജിയിലേക്ക് നമ്മൾ കണക്റ്റ് ആകും. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലുള്ളപ്പോഴത്തേക്ക് ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്ന ഇത് വരുമ്പോൾ അതിൽ വായിച്ചൊരു കാര്യമുണ്ട്. അന്ന് വായിച്ചത് 10-40 കൊല്ലം മുമ്പ് വായിച്ചത്, നമ്മൾ ഒരു ഉപകരണം വരും, ആ ഉപകരണം വെച്ച് കഴിഞ്ഞാൽ കൊതുക് വരികില്ല, പാമ്പ് വരികില്ല, പട്ടി വരികില്ല. ഇപ്പം അതൊക്കെ ശരിയായി. എനിക്ക് അന്നത്തെ പൂമ്പാറ്റയിലോ ബാലരമയിലോ ഒക്കെയാണ് ഇത് വായിച്ചത് വരാൻ പോകുന്നത്. അപ്പം അന്ന് അവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉണ്ടായിരുന്നത് ഒരു കാലം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു എക്യുപ്മെൻറ്റ് വരും. ആ എക്യുപ്മെൻറ്റിൽ വന്നിട്ട് ഇപ്പം മഹാത്മാഗാന്ധിയുടെ സംസാരം, അങ്ങനെ ജവഹർലാൽ നെഹ്റു, അങ്ങനത്തെ മഹാന്മാരുണ്ടല്ലോ, ആ മഹാന്മാരുടെ സംസാരം ഈ പ്രപഞ്ചത്തിലുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ തരംഗങ്ങൾ ഡീകോഡ് ചെയ്യുന്ന ഉപകരണം, ശാസ്ത്രീയ ഉപകരണം വരും. അങ്ങനെ ഉപകരണം ഒരു 100 വർഷത്തിനുള്ളിൽ വരും. അപ്പോൾ ഈ രാമൻ്റെ സംസാരവും കൃഷ്ണൻ്റെ സംസാരവും എല്ലാം വരും. അല്ലെങ്കിലും ആത്മാക്കളുടെ സംസാരം കണ്ടുപിടിക്കുന്ന ഉപകരണം ചിലയിടത്ത് അതിന് പ്രത്യേക പേര് പറയുന്നുണ്ടെന്ന് രാധാകൃഷ്ണ പണിക്കർ സാറ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ജോർജ് മാത്യു സാറിൻ്റെ വീട്ടിലും അങ്ങനത്തെ ചില എക്യുപ്മെൻറ്റ്സ് ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത് ഞാൻ. അത് ചില ഫ്രീക്വൻസീസ് അത് അബ്സോർബ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം നമ്മൾ കാണാത്ത, അത് ശാസ്ത്രം ഫ്രീക്വൻസി എന്ന് പറയുന്നു, നമ്മളത് സാന്നിധ്യം എന്ന് പറയുന്നു. ആത്മീയമായിട്ടുള്ളവർ അവിടെ ഒരു സാന്നിധ്യം കാണുന്നു എന്ന് പറയുന്നു, അവർ അതൊരു ഫ്രീക്വൻസി ആണെന്ന് പറയുന്നു. അത് ശബ്ദ തരംഗങ്ങളാകാം, വൈദ്യുത തരംഗങ്ങളാകാം, കാന്തിക തരംഗങ്ങളാകാം, എന്തുവാകാം. പക്ഷേ നമ്മുടെ ഈ അഞ്ച് സെൻസും വെച്ച് അറിയാൻ പറ്റാത്ത ഒരു 6th സെൻസ് ചിലരിൽ വർക്ക് ചെയ്യുന്നത്, അവർ അത് കണ്ടുപിടിക്കുന്നു. അതാണ് സത്യം.